ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു എഫക്റ്റ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ മെയിൻലി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡാൻസ് ക്ലിപ്പിനും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പം ഞാൻ ഇതിലെടുത്തിരിക്കുന്ന ഡാൻസ് ക്ലിപ്പല്ല, നിങ്ങൾ പ്രിവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് സ്യൂട്ട് ആവുന്ന ക്ലിപ്പൊക്കെ എടുക്കുക, അതായത് ബീറ്റൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് പരിചയപ്പെടുത്തി തരുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലൊരു ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിലേക്കാണ് ഞാനിപ്പം ആ ഒരു ഓവർലേ ആഡ് ചെയ്യുന്നത്. ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുന്ന ഓവർലേ മാത്രമല്ല, നമുക്ക് ഓവർലേ ആഡ് ചെയ്യാണ്ട് ശേഷം പിന്നെ നമുക്കൊരു 2-3 റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. ഞാൻ ഇതാ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളതൊന്ന് ഇതൊന്ന് മാറ്റുന്നുണ്ട്. ശേഷം ഞാൻ ഇതൊന്ന് ഇവിടെ ഫിൽ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫിൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എഫക്റ്റിൽ പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മളിവിടെ എൻഡിൽ വന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. നമ്മളത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ നമ്മൾ ഓഫാക്കി ഇടുക. ശേഷം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ, അതായത് ഓണാക്കിയിട്ട് ആ റെക്റ്റാങ്കിളിലേക്ക് വരാം. ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിലേക്ക് വന്നിട്ട് നമ്മളതിൻ്റെ ഇത് കോൺട്രാസ്റ്റിൽ ഓവർലേ കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ ഒരു 46 ഒക്കെ കൊടുക്കുക. ഓക്കെ, ഒരു 46 ഒക്കെ കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ അടുത്ത റെക്റ്റാങ്കിൾ ഓപ്പൺ ചെയ്തിടുക. ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മൾ ശേഷം ഇവിടെ സെർച്ച് പോയിട്ട് നമ്മൾ ഈ ഒരു എഫക്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഹോട്ട് കളർ എന്നില്ല, ഈ ഒരു എഫക്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. കണ്ടില്ല, ഇതാ ഇവിടെ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല കളർ നിങ്ങൾക്ക് എടുക്കാം, ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതാ ഇവിടെ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. അപ്പോൾ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ വർക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൂന്നാമത്തെ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നേരത്തെ ചെയ്ത പോലെ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം അതിൻ്റെ വാല്യൂ വന്നൊരു 0.70 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോവുക. സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മൾ അതിൻ്റെ വാല്യൂ, അതായത് സാച്ചുറേഷൻ്റെ വാല്യൂ ഒരു 1.5 ഒക്കെ സെറ്റ് ചെയ്യുക, +1.5 സെറ്റ് ചെയ്യുക. ശേഷം വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോയിട്ട് ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ വാല്യൂ ബ്രൈറ്റ്നെസ് ഒരു +2 സെറ്റ് ചെയ്യുക, കോൺട്രാസ്റ്റ് വന്നൊരു +3 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ എൻഡിലായിട്ട് വന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ 3 റെക്റ്റാങ്കിൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 റെക്റ്റാങ്കിൾ മാത്രമേ നമുക്ക് ഇവിടെ വേണ്ടൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഓവർലേ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓവർലേ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുക, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിതാ ഇവിടേക്ക് ഈ ഒരു ഓവർലേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓവർലേ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് അത് ലൈറ്റാണ് സ്ക്രീനാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആ ഓവർലേയിൽ ഒരു വൈറ്റ് കളറാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ചേരുന്നില്ല, നമുക്ക് ഒട്ടും മാച്ചായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്കത് ബാക്ക്ഗ്രൗണ്ടായിട്ട് മാച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത അതേ എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഹോട്ട് കളർ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. അതായത് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഹോട്ട് കളർ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് ഇതിലേക്ക് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറാണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത് അതേ കളർ തന്നെ നമുക്ക് ഈ ഒരു ഓവറിലേക്കും സെറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ യെല്ലോ കളറാണ് എടുത്തത്, ഞാൻ അതേ ഒരു യെല്ലോ കളർ തന്നെ ഇവിടെയും എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ക്ലിപ്പിന് ഏത് കളറാണോ മാച്ച് ആവുന്നത് അത് നിങ്ങൾക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങളിവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു
90-85 ആ ഒരു റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കി ചെയ്താൽ നിങ്ങളിപ്പോൾ ആ പ്രിവ്യൂ കണ്ട ആ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ആ പ്രിവ്യൂ കണ്ട ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ഏത് ക്ലിപ്പിനാണ്, ഏത് റിലിക്ക്, അതായത് ഏതൊരു ബീറ്റിലാണ് നിങ്ങളിത് മാച്ച് ചെയ്യാമെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഈ ഒരു എഫക്റ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാ ബീറ്റിനൊന്നും ഈ ഒരു എഫക്റ്റ് ചേരണമെന്നില്ല. അപ്പം ഇത് ചേരുന്ന കുറേ ബീറ്റുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങളിത് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എഡിറ്റിംഗ് ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു എഫക്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.